ഹായ് ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ് ഹോമിയോപ്പതി സേഫ് ഫോർ കൺസപ്ഷൻ. അതായത് ഹോമിയോ മെഡിസിൻ കഴിക്കുന്നത് സേഫ് ആണോ എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹോമിയോപ്പതി മെഡിസിൻസിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടല്ലോ. യെസ്, ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ അതിലൊരു പക്ഷമുണ്ട്. അതായത് വേറൊന്നുമല്ല, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആണ്, അല്ലാതെ മെഥനോൾ അല്ല. സോ ഈഥൈൽ ആൽക്കഹോളിനെ റെക്ടിഫിക്കേഷൻ എന്ന പ്രോസസ്സ് വഴി റെക്ടിഫൈ ചെയ്ത് റെക്ടിഫൈഡ് ആൽക്കഹോൾ ആണ് നമ്മുടെ മെഡിസിൻസിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ പ്യുവർ ഫോം ഓഫ് ആൽക്കഹോൾ. അതൊരു പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിസ്കി, ബ്രാൻഡി, റം കണക്കിനുള്ള ആൽക്കഹോൾ അല്ല ഈ മെഡിസിൻസിൽ ആഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സോ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻസിനകത്ത് 3 ടൈപ്പ് ഓഫ് മെഡിസിൻസ് അവൈലബിൾ ആണ്. അതായത് ടിഞ്ചർ ഫോമിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഡൈലൂഷൻസിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പിൽസ് അതായത് ഗ്ലോബ്യൂൾസ് പോലത്തെ രീതിയിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ടാബ്ലറ്റ്സും അവൈലബിൾ ആണ്. സോ ഈ 3 ഫോംസിലും നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡോക്ടർ അവർ ഓരോ മെഡിസിൻസ് കൊടുക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടമാണെങ്കിൽ ടിഞ്ചർ കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ടിഞ്ചറോ ഡൈലൂഷനോ ആണ് നമ്മളിപ്പോൾ ഒരു പേഷ്യന്റിന് കൊടുക്കുന്നെങ്കിൽ നമ്മളത് ഒരു 10 to 15 ഡ്രോപ്സ് ഹാഫ് കപ്പ് ഓഫ് വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കാനാണ് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബ്യൂൾസ്. ഗ്ലോബ്യൂൾസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 to 4 ഡ്രോപ്സ് ഓഫ് ഡൈലൂഷൻസ്, ഈ മെഡിസിൻസിന്റെ ഡൈലൂഷൻസ് കിട്ടും. ആ ഡൈലൂഷൻസ് 1 to 4 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവോപ്പറേറ്റ് ചെയ്ത് ഈ ഗ്ലോബ്യൂൾസ് ഡ്രൈ ആവുന്നു. സോ അഫ്കോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ വളരെ ക്വാണ്ടിറ്റി ലെസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും നിങ്ങളുടെ ബോഡിക്ക് ഹാം ചെയ്യുകയോ അല്ലെങ്കിൽ അതൊരു അഡിക്ഷൻ ആയിട്ട് മാറുകയോ അല്ലെങ്കിൽ അത് ഹാം ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞു, അത് ഇഥൈൽ ആൽക്കഹോൾ ആണ്, റെക്ടിഫൈഡ് ഇഥൈൽ ആൽക്കഹോൾ ആണ് നമ്മളുടെ ഈ മെഡിസിൻസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ വേറെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, ഹോമിയോപ്പതി മെഡിസിൻസ് എല്ലാം കാണാൻ ഒരുപോലെ ആണല്ലോ, ഇതിൽ എന്താണ് വ്യത്യാസം? കാണാൻ ഒരുപോലെയാണ്, പക്ഷെ അതിനകത്തുള്ള മെഡിസിനൽ കണ്ടന്റ്സ് വേരിയിങ് ആണ്. സോ നമ്മളിപ്പോൾ ഗ്ലോബ്യൂൾസ് എടുക്കുമ്പോൾ അത് ഷുഗർ ഓഫ് മിൽക്കിൽ പ്രിപ്പയർ ചെയ്താണ് ഇത്രയും സ്മോൾ ഗ്ലോബ്യൂൾസ് നമുക്ക് കിട്ടുന്നത്. ആ ഗ്ലോബ്യൂൾസിൽ നമ്മൾ ഡൈലൂഷൻസ് അടങ്ങിയ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ബ്രയോണിയ, റെസ്റ്റോക്സ്, അങ്ങനെ ഒരുപാട് മെഡിസിൻസ് നമ്മളുടെ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. ആ മെഡിസിൻസിന്റെ ഡൈലൂഷൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. പിന്നെ പറയുന്നത്, ഇപ്പോൾ തലവേദന എന്ന് പറയുമ്പോൾ തലവേദന എന്ന കണ്ടീഷൻ എല്ലാവർക്കും ഒരേ മെഡിസിൻസ് അല്ല പോകുന്നത്. അതായത് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽസ് ടു ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വൽസ് വെച്ചിട്ട് മെഡിസിൻസ് അവർക്ക് വേരി ചെയ്യും. ഇപ്പോൾ എനിക്ക് തലവേദന ഈ ഒരു ഭാഗത്താണ്, നല്ല സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടെങ്കിൽ മെഡിസിൻസ് മാറും. അതുപോലെ വേറൊരാൾക്ക് തലവേദന ഉണ്ട്, നല്ല ബേണിംഗ് സെൻസേഷൻസ് ഉണ്ട്, കഴിഞ്ഞ തവണ വെയിൽ കൊണ്ടിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു തലവേദന ആണെങ്കിൽ മെഡിസിൻ മാറും. അപ്പൊ അല്ലാതെ അലോപ്പതി എടുക്കുമ്പോൾ അവർക്ക് തലവേദനയ്ക്ക് ഒരൊറ്റ ഗുളിക അല്ലെങ്കിൽ തലവേദനകൾക്ക് ഒരു ഗുളിക, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സോ ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്നും പറഞ്ഞ് ഇതൊരിക്കലും നമ്മളെ ബോഡിയെ ഹാം ചെയ്യുന്നില്ല, അതൊരു അഡിക്ഷൻസ് ആയിട്ട് നമുക്ക് ഒരിക്കലും ബാഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. യൂഷ്വലി ഇതിനകത്തുള്ള പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രമാണ് ഒരു ആൽക്കഹോൾ. അതൊരു വെഹിക്കിൾ ആയിട്ട് റെക്ടിഫൈഡ് ആൽക്കഹോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പല ഫോംസിലുള്ള ടിഞ്ചേഴ്സ്, പിൽസും ഡൈലൂഷൻസും അവൈലബിൾ ആണ്. അത് നമ്മൾ കഴിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡൈലൂട്ട് ചെയ്താണ് കഴിക്കുന്നത്. ഈസ് ഇറ്റ് സേഫ് ഫോർ കിഡ്സ്? ഇപ്പം എല്ലാവരും പറയുന്നു ഇതിനകത്ത് ആൽക്കഹോൾ ചേർന്നിരിക്കുന്നത് കൊണ്ട് അത് കിഡ്സിന് ഒരിക്കലും സേഫ് അല്ല. ഒരിക്കലും അല്ല, ഇത് കിഡ്സിനും സേഫ് ആണ്. എല്ലാ ആൾക്കാർക്കും ഇത് സേഫ് ആണ്. കിഡ്സ്, അഡൾട്ട്, അതുപോലെ തന്നെ വയസ്സായവർക്കൊക്കെ ഇത് കഴിക്കാം. ഇതിൽ ഒരു ബാഡ് ഇഫക്ട്സോ സൈഡ് ഇഫക്ട്സോ ഒന്നുമില്ല. സോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊരു ആ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുന്നേ അതിന് യൂസ് ചെയ്ത് അതിന്റെ ആക്ഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിനെപ്പറ്റി പറയുക. സോ ഹോമിയോപ്പതിക്ക് ഭയങ്കര നല്ലൊരു ആക്ഷൻസ് തന്നെയാണ് എല്ലാ ആൾക്കാരിലും ഉണ്ടാക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഫോം ഓഫ് മെഡിസിൻ ആണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ ചിൽഡ്രൻ, ഇറ്റ്സ് മൈ ടോക്ക് വിത്ത് ഡോക്ടർ ആറ്റ് ദിസ് സ്റ്റേജ്, സൈനിങ് ഓഫ്. താങ്ക് യു.